ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഒരു സന്തോഷ വാർത്തയായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ അടവെച്ച കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരാളെ മാത്രമേ വെക്കാൻ പറ്റിയുള്ളൂ കേട്ടോ. രണ്ടാളുണ്ടേനു, നമ്മളെ പേരൻറ് സ്റ്റോക്കിൽ ഇപ്പോൾ 2 മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരാളെ മാത്രമേ ഇപ്രാവശ്യം വെക്കാൻ പറ്റുള്ളൂ. മറ്റേ ആൾ നൈസായിട്ട് അങ്ങ് മുങ്ങിക്കളഞ്ഞു. ഇടയ്ക്ക് ഇതുപോലെ ഒരു മുങ്ങലുണ്ടാവും. നമ്മൾ അങ്ങനെ എന്താ പറയണ്ട, കണ്ടിന്യൂസ് ആയിട്ട് വെക്കുകയൊന്നുമില്ല. അങ്ങനെ അവരായിട്ട് എപ്പോഴാണ് ഒഴിവാക്കുന്ന ആ ഒരു സമയം നമ്മൾ അടവെക്കാറില്ല. അറിയാലോ, അടയാൻ വേണ്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ടോട്ടൽ ഇപ്രാവശ്യം വെച്ച് 15 മുട്ടയാട്ടോ. 15 മുട്ടേൻ്റെ അകത്ത് 11 വിരിഞ്ഞത്, 4 കേടായിട്ട് പോയിനി. ആ കാണുന്നൊരു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ അതിന് കാലിന് വയ്യ. ഇപ്പോൾ എന്താ പറയണ്ടേ, അത് ജനിച്ച അന്ന് മുതലേ ഇതിന് പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും തള്ളക്കോയിനെടുക്കുന്ന ചവിട്ടോ കാര്യം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ ഒന്നും വരാൻ വഴിയില്ല. കാരണം എന്താ പറയണ്ടേ, കാല് ഒരു ഒടിഞ്ഞ പോലെ ഉള്ളത്. ഇപ്പോൾ ഏതായാലും നമുക്ക് ആ കോഴിക്കുഞ്ഞിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഈ സമയം തള്ളക്കോഴിൻ്റെ ചൂടൊക്കെ കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ തള്ളക്കോഴിയുടെ കൂടെ തന്നെ വെക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും പണിയായി പോകും. ഏതായാലും വേറെ കുഴപ്പം കാര്യമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം തീറ്റയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാം റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് വിരിഞ്ഞിറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ. ഇത് വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാറായിട്ടുണ്ടാകും. കാരണം വേറെ നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഓർഡറിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയണ്ടേ, പേരൻറ് സ്റ്റോക്കിൽ നമ്മളെ പൂവനെ അറിയാലോ. പൂവൻ തന്നെയാണ് നമ്മളെ ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ആ പൂവൻ തന്നെ നമ്മൾ പേരൻറ് സ്റ്റോക്കിലുള്ളത്. നല്ല റിസൾട്ട് ഉണ്ട്, വേറെ ഇടങ്ങാറോ കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ എന്താ പറയണ്ടേ, നമ്മളെ പേരൻറ് സ്റ്റോക്കിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ആദ്യം തുടങ്ങി വരുന്നേ ഉള്ളൂ. ആദ്യമുള്ള സ്റ്റോക്ക് ഉണ്ടേനു എല്ലാം എന്ന് വെച്ചാൽ കൂട്ടിൽ മെരുകേറ്റിട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അങ്ങ് പോയി. ആ കൂട് പകുതിയും കാലിയായിനു. അപ്പോൾ ഇനി എല്ലാം ഇങ്ങനെ തുടങ്ങണല്ലേ. ഇതൊക്കെ കോഴി വളർത്തൽ സ്വാഭാവികമാണ്. പട്ടി പിടിച്ചിട്ടും മെരു പിടിച്ചിട്ടും മരപ്പട്ടി പിടിച്ചിട്ടും മറ്റേന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമായിട്ട് അൽക്കുലത്തെ പരിപാടി എങ്ങനെയായാലും ഉണ്ടാവും. അത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അധികം ആൾക്കാരും പറയലുണ്ട്, പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കോഴിക്കൂട്ടിൻ്റെ അകത്തൊന്നും കാണാനില്ലെന്ന്. അത് എന്താ പറയണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയുക, അത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? പിന്നെ വേറെ എന്താന്ന്, പിന്നെ ഇപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ സ്റ്റാർട്ടർ ഉണ്ട്. സ്റ്റാർട്ടറിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചിട്ട് അത് രണ്ടും കൂടി മിക്സാക്കിയിട്ട് കൊടുക്കൽ. പിന്നെ നാടൻ കോഴിയല്ല, നാടൻ കോഴിയാകുമ്പോൾ നമ്മൾ ആ രീതിയിൽ അത്ര ഒരു തീറ്റ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ BV380 മറ്റേ ബാക്കിയുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ ഡേ ഓൾഡൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ സ്റ്റാർട്ടർ മാത്രമേ കൊടുക്കാവൂ. പക്ഷേ ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടറും പിന്നെ കുറച്ച് നമ്മളെ വീട്ടിൻ്റെ മറ്റേ അരി അങ്ങനെ അതൊക്കെ പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അരിയല്ല, കുറച്ച് ഗോതമ്പ് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കില്ല കേട്ടോ. മുവന് ഇട്ട് കൊടുക്കില്ല, കുറച്ച് പൊടിച്ചിട്ട് ആ സ്റ്റാർട്ടറിൻ്റെ പോലെ തന്നെ തരി ആക്കിയിട്ട് ഇട്ട് കൊടുക്കാവൂ. പിന്നെ വേറെ വലിയ തീറ്റയും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. കാരണം തള്ളക്കോഴിക്കടക്കം ഇപ്പം നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുന്നത്. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കയറി തിന്നാളിയും മക്കളല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ തള്ളക്കോഴിനിപ്പം പുറത്തേക്ക് വിടാനും പറ്റില്ല. വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഒച്ചപ്പാടായിരിക്കും. ഇപ്പോൾ ഈ കൂട് ഫുൾ ഇവരെ കൺട്രോളിലാണ് ഉള്ളത്. കാരണം ഇതിപ്പോൾ ഒരു 21 ദിവസം ഇവരെ മാറ്റി വെച്ചല്ലോ. അപ്പോൾ ഇനി ആ പുതിയ കോഴി വരുന്ന പോലെ ആ കൂട്ടിനപ്പുറം ഇപ്പുറം 2 ദിവസം അടിയും കാര്യമെല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും അങ്ങനെ കാര്യമാക്കണ്ട. ആള് ജഗജില്ലിയാണ് എന്താ പറയണ്ടേ. ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂട് ഓളന്നെ കൺട്രോളിലേക്ക് കൊണ്ടുവരും. അധികം കുറച്ച് അഗ്രസീവ് ആയിരിക്കും. പിന്നെ നമ്മളെ പൂവനുണ്ട്. പൂവൻ അങ്ങനെ ഉപദ്രവകാരിയൊന്നുമല്ല. പക്ഷേ മറ്റൊരു പടയുണ്ട്, അതാണ് ഭയങ്കര ഈ കഥയിൽ വില്ലനല്ല വില്ലത്തി എന്താ പറയുക. ഇനിയിപ്പോൾ ഓളായിരിക്കും കുറച്ച് കൺട്രോൾ ചെയ്യുക കൂട്. പക്ഷെ അതൊക്കെ ക്ലിയറായി കിട്ടും. അതൊക്കെ 2 ദിവസം മതി. 2-3 ദിവസം കൊണ്ട് നമ്മളെ വെള്ളക്കോഴി കൺട്രോളിലേക്ക് എടുക്കും. അതൊന്നും പ്രശ്നം വരില്ല. പിന്നെ വേറെ എന്താണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തും കുറച്ച് പൂവനൊക്കെ ഉണ്ട്. ആ പൂവനൊക്കെ നോക്കിയിട്ട് ചിലപ്പം ഇവിടെ നിർത്തും, അല്ലെങ്കിൽ ചിലപ്പം നോക്കിയിട്ട് ഒഴിവാക്കേണ്ടി വരും. കാരണം ഫുള്ള് പൂവനായി കഴിഞ്ഞാലും നടക്കില്ല. പിന്നെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കലായിരിക്കും. ഇനി അവരെ തെറിയാക്കേണ്ടി വരും. ഇപ്പം തന്നെ ആ കൂട്ടിന് മുമ്പിലോട്ട, ഇതിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മേലെ ഉള്ളൂ കേട്ടോ. ആ കൂട്ടിൻ്റെ സൈഡിലോട്ട് എന്തെങ്കിലും ഒരു നായോ മെരുവോ അല്ലെങ്കിൽ ഉടുമ്പോ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ഈ ഒന്നാമത് പ്രശ്നം വരും, വൈകുന്നേരമൊക്കെ സൗണ്ടാക്കുമ്പോഴേ ഈ നമ്മൾ ആലക്കക്കാറില്ലേ അയൽവാസികൾ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളും നോക്കിയും കണ്ടറിഞ്ഞ് അങ്ങ് ചെയ്യുക അല്ലേ. പിന്നെ എന്താണ്, അത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ നല്ല മുട്ടക്കോഴികളായി, ഇതുപോലത്തെ നല്ലതെന്നല്ല, നിങ്ങൾക്ക് മുട്ടക്കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാടൻ കോഴി മാത്രമല്ല, നാടൻ കോഴി ഇപ്പോൾ റെഡിയായി വരുന്നുള്ളൂ. ഇനിയിപ്പം ഈ പറഞ്ഞ കുറച്ച് നല്ല പേരൻറ് സ്റ്റോക്ക് ആക്കിയിട്ട് വേണം നമുക്ക് ഒന്നും കൂടി കച്ചവടത്തിലൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട്.
ഇനിയിപ്പോൾ മുട്ടക്കോഴികൾ നമ്മളിപ്പോൾ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ടക്കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൂടിയുണ്ട്, പറ്റുവാണെങ്കിൽ ഒന്ന് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ നിർത്താം അല്ലേ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.